പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ.
മോരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്നെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകെ ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും സാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായി കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ. ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബരാഹം ഇസ്ഹാക്ക് യാക്കോബ് മഹിതാശേർതൻ പരിപാവനമാം ബലികൾ പോലെ ഒരു വത്സലരാം സ്ലീഹരും ഒരുപോൽ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാവമോചനം നിന്റെ പക്കൽ നാവുന്നുവല്ലോ. നിന്റെ പ്രതീക്ഷയാപൂർവം പരിപാലിക്കണമേ. അവസാന പ്രതീക്ഷമന്യമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഖല നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങൾ ഉയർപ്പിന്നിട്ട ജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഈ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയോനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. കോഴിയായ
പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരോത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതനൊത്തു നിത്യ കീർത്തനഗീതി പാടുവാൻ. ധന്യമായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകയില്ലുമേ ശാന്തി അന്ത്യവേളയിൽ. കാമലോപ കോപമോഹമൊക്കെ നീക്കി പോകുക. ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാ. നിങ്ങളെന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ
സ്നേഹിതരേ, കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം, പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം, പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത്
വലിയ സ്നേഹത്തെ ഓർത്തും കരുതലിനെ ഓർത്തും തമ്പുരാന്റെ തിരുമുമ്പിൽ അവയെല്ലാം പ്രതിഫലങ്ങളെ മാറട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത് അവരെ എല്ലാവരെയും നല്ല നിലയിൽ എത്തിക്കുവാൻ വേണ്ടി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്ത് കത്തോലിക്ക സഭയുടെ വിശ്വാസം പൂർണ്ണമായി പാലിച്ച് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും സഭാത്മകമായി ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നല്ല അപ്പച്ചനാണ് നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാനും പിതാൻസനും പ്രവർത്തിക്കുവാനും ശ്രമിച്ചിട്ടുള്ള ഈ നല്ല അപ്പച്ചന്റെ ആത്മാവ് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ ദൈവസന്നിധി എത്തിച്ചേരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് ഒന്നുപോയിട്ടുള്ള കുറവുകൾക്ക് പരിഹാരം ചെയ്യുവാൻ ഈ ശുശ്രൂഷ നമുക്ക് കാഴ്ചവെക്കുകയും ചെയ്യാം. അതിനായി ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി ഈ കുടുംബത്തിന്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലും ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കൃപയുടെ കർത്താവ് കരുണ തോന്നി അവിടുത്തെ വിലയേറിയ തിരക്കത്താൽ വീണ്ടെടുക്കപ്പെടുവാനും ആത്മാവ് ദിവസം ചേരുവാനുമായിട്ട് ആഗ്രഹിച്ച് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ പങ്കെടുക്കുകയും ചെയ്യാം. അനുദപിക്കുന്ന പാപങ്ങൾ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചന പരിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിമർശനാഥനാരെയും അങ്ങയുടെ ബഹുമാനത്തിലും പാപമോചന ചന്ദനത്തികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അഴിലും മരണവുമില്ലാതെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. 18 കൊണ്ട തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ ഉയർപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ ചെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല. മരണത്തിന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന് ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടം പിതാവ് തൻ്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രരായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കൽ. എന്തുകൊണ്ടെന്നാൽ കാലയളവുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നിന്റെ കരുണ ഞങ്ങളായിരിക്കും ദയാധിക്കുന്ന പാപങ്ങൾ മായ്ച്ചുല്യം ചെയ്യട്ടെ. നിന്റെ മകനീയ ദൃത്വത്തിന് എനിക്ക് സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരം. ഒരു നാൾ ഓർക്കുക മർത്യാദി കൂടെ പോരും ജീവിതചര്യകളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി കൂടെ പോരും ജീവിതചര്യകളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ
മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുല മാനസര എന്തിനു നേരുന്നു, തിരമാലകളാ മരണം വരുമൊരു നാളോർമർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർമർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരാ വൃത്തിയർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥനയുടെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാർ എൻ പ്രിയജനമേ, അനുദിനമലിവോടോർക്കണമെന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിലാപയാത്ര ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, മദർ തെരേസയുടെ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു മരണത്തെക്കുറിച്ച്. അങ്ങനെ മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മദർ തെരേസ അതിന് ഉത്തരമൊന്നും കൊടുത്തില്ല. അങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മദർ തെരേസ ചോദിച്ചു, അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നില്ല, എന്താണ് പോകുന്നതെന്ന് ചോദിച്ചു. 2 ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ നിന്നും എൻ്റെ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എന്നെ പ്രതീക്ഷിച്ചിരിക്കും. ആ മക്കളെല്ലാവരും കൂടി എന്നെ സ്വീകരിക്കും, ഞാനും അവരും കൂടി ഒന്നാകുകയും ചെയ്യുമെന്ന് മദർ തെരേസയോട് അദ്ദേഹം പറയുകയാണ്. ആ മദർ തെരേസ പറയുകയാണ്, മരണം എന്നുള്ളത് ഇത് തന്നെയാണ്. ഞാൻ ഇവിടെ നിന്നും എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അമ്മയും അതുപോലെ തന്നെ മറ്റു എല്ലാ സ്വർഗവാസികളും കൂടി എന്നെ സ്വീകരിക്കുകയും ഞാൻ അവരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്യും. ഇതാണ് മരണമെന്ന് ആ സഹോദരി പറയുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം. മരണം എന്നുള്ളത് ഒരു അവസാനമില്ല, ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പുറപ്പാടാണ്. നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെയെല്ലാം ജീവിച്ചത്. അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഇതാ മരണത്തോടു കൂടി ആ സ്വർഗത്തിൽ എത്തിച്ചേരുകയും നമ്മുടെ ദൈവത്തോടു കൂടി അതുപോലെ വിശുദ്ധാത്മാക്കളോടും മാലാഖമാരോടും ഒന്നായി ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായ മനോഹരമായ സംഭവമാണ് മരണം എന്നുള്ളത്. തീർച്ചയായിട്ടും വർഗീച്ചേട്ടനെ സംബന്ധിച്ച് എന്നേക്കാളും 3-4 വയസ്സ് കൂടുതലാണ്.
ഞങ്ങളൊക്കെ ഒരുമിച്ച് പറപ്പക്കടലിനും പഠിക്കാനൊക്കെ വരുന്ന ഒരുമിച്ചായിരുന്നു. പിന്നീട് അവിടെ ഇവിടെ വന്ന് താമസമായിട്ട് കുറേ കൊല്ലമായിരുന്നു. എത്ര കൊല്ലമായി എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും വളരെ അധ്വാനിച്ച് പഠിച്ച് ജോലി കിട്ടിയിട്ടാണ് അദ്ദേഹം ഈ മക്കളെയൊക്കെ വളർത്തിയത്. അവർ 2 മക്കൾ നല്ലപോലെ വളർത്തുകയും അതുപോലെ തന്നെ അവരെ നല്ല സ്ഥിതിയിലേക്ക് ആക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായിട്ടും ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. മക്കളോട് ഞാൻ പ്രത്യേക ഒരു പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കണം. നമുക്കറിയാൻ പാടില്ല, നമ്മുടെ തെറ്റുകളും കുറവുകളെ പറ്റി നമുക്കറിയാൻ പാടില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്തം വഴിയായിട്ടാണ് ഈ സഹോദരൻ സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതലായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്നതായ ഭാര്യയോടും മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും അതുപോലെ ബന്ധുമിത്രാദികളോടും എല്ലാവരുടെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥന നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ
ഗ്രഹത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ചെറിയവരും വലിയവരും പ്രിയരേ, നിങ്ങൾ കരയരുതകിലേശൻ വരുത്താനും നൽകാൻ വരുമല്ലോ. കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ നീക്കും ഈശോനാഥ മരണോയരം നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഏർപ്പിക്കുകയും നല്ലവർക്ക് സുഖമായി നൽകുകയും ചെയ്യുമ്പോൾ എൻ്റെ അനുഗ്രഹത്താൽ നിർമ്മാതാവായ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും വിശുകാരോടുകൂടിയാലും എൻ്റെ വലത്ത് പാത്രമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിഞ്ഞ് മരിച്ചവരെ ഏർപ്പിക്കണമേ. എന്തുകൊണ്ടാണ് നീ ആകാശത്തിലെ ഭൂമിയുടെയും രാജാവാകുന്നു. മാമോദീസ വഴി നീ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്നെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിനെ സ്വഭാവം ശരിയുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയത്തിൽ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങൾ എൻ്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളെ നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. കോഴിയായ ദൈവവും മായയായ ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. പരിശുദ്ധാത്മാവും സർവേശ്വരാം സോപ്പാവുടെ കളിക്കേടും ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കളിക്കാൻ ഞാൻ മഞ്ഞനെ കവടം മനുഷ്യ നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ദൈവം നിന്റെ ഉയർത്തിന് മഹത്വത്തോട് വർഷാദ്യത്തിന് വലത്ത് ഭാഗത്ത് സ്വീകരിച്ച് വിശുദ്ധാശ്വത്തിന് ദൈവത്തിന് ജ്ഞാനത്തിന് സഹായിക്കട്ടെ. ശിവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരാം. മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്യുക. അവനിക്ക് പുറത്തു കൊടുത്ത് അവൾ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖന്മാരുടെ സുഖത്തെ സ്വീകരിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ഇവന്റെയും മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരാ. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജൻ നേടും മനുഷ്യനു ഭാഗ്യം. മഹിമാവിൽ മിന്നി വിളങ്ങും കമട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യരു ഭാഗ്യം. എന്റെ
പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറിച്ചുകളെല്ലാം മാറ്റുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നമ്മെ വേർപ്പെടുമ്പോൾ വിശാലമോദീശ്വര അംഗങ്ങളെ വ്യാപത്തെ അനുഗ്രഹിക്കുകയും സംസ്കൃതയാൾ ബഹുമാനിക്കുകയും ചെയ്ത ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങളെ വസിക്കുക, അവിടുത്തെ കാരുണ്യത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേരൂബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കേനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെന്നപ്പം ഉണ്ട്.
എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തന്റെ ദിവ്യ സന്നിധാനത്തിൽ. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തന്റെ ദിവ്യ സന്നിധാനത്തിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്ന്.